महादेवी नमः श्री महाकाली नमः ओम ശ്രീമദ്ദേവി മഹാഭാഗവതം പ്രഥമസ്കന്ധം 7-ാമത്തെ അധ്യായം ഭദ്രകാളി പ്രത്യക്ഷപ്പെടുന്നതായിട്ടുള്ള രംഗമാണ്. 27-ാമത്തെ ശ്ലോകം മുതൽ 47-ാമത്തെ ശ്ലോകം വരെ 27 to 47 ബ്രഹ്മാവ് സ്തുതിക്കുന്നതായിട്ടുള്ള ഒരു സ്തുതി. മധുകൈടവന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളി വിഷ്ണുദേവനിൽ നിന്നും നിദ്രാഭഗവതിയായിട്ടുള്ള ഭദ്രകാളി പുറത്തേക്ക് വന്ന് ദർശനം കൊടുക്കുന്നതായിട്ട് രംഗം നമുക്കത് കേൾക്കാം. മൂലം ശ്ലോകം വായിക്കുന്നു. തിരുമുമ്പ് എഴുതിയതായിട്ടുള്ള പരിഭാഷയും പാരായണം ചെയ്യണു. അതിൽ അർത്ഥം കൊടുത്തതിന് പാരായണം ചെയ്യണു. ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് ഈ ദേവി ഭാഗവതം കുറേയൊക്കെ മനസ്സിലാവും. എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ചിലപ്പോൾ പറയും സമയത്തിനനുസരിച്ച്. ഒരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ എന്നാണ് ഓരോ അധ്യായത്തിനും സമയം വെച്ചത്. അല്ലെങ്കിൽ ഒരു ഭാഗം, ഒരു എപ്പിസോഡ് ഇങ്ങനെ പറയട്ടെ. എല്ലാവരും സീരിയലിൻ്റെ മുമ്പിലാണല്ലോ. ആ സീരിയലിൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് എല്ലാവരും യൂട്യൂബിലുമാണ്. ആ യൂട്യൂബിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇതേപോലെയുള്ളത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കുറച്ചൊരു സാത്വികമായിട്ട് തീരും. അത് സുഖവും സന്തോഷവും സമാധാനവും നമുക്ക് തരുക തന്നെ ചെയ്യും. ഇത്രയേ നമുക്ക് പറയാറുള്ളൂ. അതിന് ഭഗവതി നമ്മെ ആ ഒരു ഇച്ഛയോട് കൂടിയിട്ട് ഇതിനെ ശ്രവിക്കാൻ സാധിക്കുമാറാകട്ടെ. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീമദ്ദേവി മഹാഭാഗവതേ പ്രഥമസ്കന്ധേ അഥ 7-മോऽധ്യായः. സൂത ഉവാച ഓം തൗ വീക്ഷ്യ ബലിനൗ ബ്രഹ്മ തദോപായന ചിന്തയത് സാമദാനാഭിദാദീംശ്ച യുദ്ധാന്താൻ സർവതന്ത്രവിത്. അതിബലവാന്മാരായിട്ടുള്ള മധുകൈടവന്മാരായിട്ടുള്ള ദൈത്യന്മാരെ, അസുരന്മാരെ കണ്ടപ്പോൾ ബ്രഹ്മാവ് പേടിച്ചു. സകല തന്ത്രജ്ഞനായിട്ടുള്ള ബ്രഹ്മാവ് സാമം, ദാനം, ഭേദം ഇതൊക്കെ ശ്രദ്ധിച്ചു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. യുദ്ധത്തിനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഓരോരോ ഉപായങ്ങളെക്കുറിച്ച് ആലോചിച്ചു. ഇവർ എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത്, എന്ത് പറഞ്ഞിട്ടാണ് ഒഴിവാക്കുക. സൂതൻ ശക്തരാം അവരെ കണ്ടു. സർവതന്ത്രജ്ഞനാം വിധി സാമാദി യുദ്ധാന്തോപായം ഓരോന്നും പേർത്തു മോർക്കയായി. ഇവിടെ തിരുമുമ്പ് അങ്ങനെയാണ് അതിനെ എഴുതിയത്. ന ജാനേഹം ബലം നൂനം ഏതര്യോ വാ യഥാ തഥം അജ്ഞാതേ തു ബലേ കാമം നൈവ യുദ്ധം പ്രശസ്യതേ. ഇവർക്ക് എത്രമാത്രം ബലമുണ്ട് എന്നുള്ളത് ശരിക്കും എനിക്കറിയില്ല. ബലത്തെക്കുറിച്ച് അറിയാതെ കണ്ട് ചെയ്യുന്ന യുദ്ധം പ്രശംസ ഇല്ലാത്തതാണ്, പ്രശംസയ്ക്ക് അർഹമല്ല. നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു വർക്കാണെങ്കിൽ ആ പണി ചെയ്യരുത്. അപ്പോൾ അറിവുള്ളതിനനുസരിച്ച് ചെയ്യാതിരിക്കുകയും വരുത്. ഡ്യൂട്ടീസ് മസ്റ്റാണ്. നമുക്ക് അതിൽ നിന്ന് മോചനമില്ല. കാരണം ഈ പ്രാരബ്ധം തീർക്കാനാണ് ശരീരം തന്നിറക്കണത്. അപ്പോൾ അത് വിനിയോഗിക്കുക തന്നെ വേണം. അപ്പം അതുകൊണ്ട് ചെയ്യാതിരിക്കരുത്. ഏറ്റിയാ പൊന്താത്തത് ഏറ്റുകയും ചെയ്യരുത്. അങ്ങനെയാണ്. ശരിക്ക് ഇവർക്ക് എന്തു ബലം ഉണ്ടെന്നത് അറിയില്ല ഞാൻ. ബലം അജ്ഞാതമാം നേരം യുദ്ധം മെച്ചവുമായി വരാം. പിന്നെയോ കഴിവില്ലാച്ച യുദ്ധം ചെയ്താൽ എന്താ ഉണ്ടാവുക? മരിച്ചു. അത്രേ ഉള്ളൂ. വേഗം സ്വർഗം കിട്ടും. യുദ്ധത്തിൽ മരിച്ചാൽ സ്വർഗം ഉണ്ടല്ലോ. ദുഷ്ടരാം മതമത്തന്മാർ ഇവരെ സ്തുതി ചെയ്യിലോ ദൗർബല്യത്തെ ഞാൻ തന്നെ കാണിക്കുന്നതുമായി വരും. അപ്പോൾ ചീത്ത ആളുകളെ പ്രശംസിക്കുക എന്നുള്ളത് അത് യുദ്ധരംഗത്തിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടാവുമ്പോൾ അതും പ്രശ്നമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്തുതിം കരോമി ചേതദ്യ ദുഷ്ടയോർ മതമത്തയോഹോ പ്രകാശിതം ഭവേന്നൂനം നിർബലത്വം മയാ സ്വയം. ത്രിമൂർത്തികളിൽ ഒരാളാണ് ബ്രഹ്മാവ്. ഈ അസുരന്മാരെ സ്തുതിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബലമില്ല എന്ന് കാണിക്കലാവില്ലേ? അത് ഭഗവതിക്ക് ഇഷ്ടാവുമോ? ഇഷ്ടാവില്ല. അപ്പം അതുകൊണ്ട് ദുഷ്ടന്മാരായിട്ടുള്ള ഈ ശരീരബലം വലിയ ശരീരം, അതിൻ്റെ ബലം, ആരോഗ്യം ഇതൊക്കെ ഉണ്ടായത് കൊണ്ട് ഞാൻ അവരെ സ്തുതിച്ചു എന്ന് കൂട്ടാ. അങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ദൗർബല്യത്തെ ഞാൻ പുറമേക്ക് വെളിപ്പെടുത്തുന്ന രീതിയിലായി പോകും. അതൊരു തെറ്റ് തന്നെയാണ്.
വധിഷ്യതി തഥൈകോപി നിർബലത്വേ പ്രകാശിതേ ദാനം നൈവാദ്യയോഗ്യം വാ ഭേദകാര്യോ മയാ കഥം. ബലഹീനനാണ് എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് എന്നെ കൊല്ലാൻ കഴിയും. ദാനം ഇവിടെ പ്രയോഗിക്കാൻ പറ്റിയ ഉപായമല്ല. ഭേദം ഞാൻ എങ്ങനെയാണ് പ്രയോഗിക്കുക? എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമില്ല. ദുഷ്ടരാം മതമത്തന്മാർ ഇവരെ സ്തുതി ചെയ്യിലോ, എൻ ദൗർബല്യത്തെ ഞാൻ തന്നെ കാണിക്കുന്നതുമായി വരും. അശക്തത തെളിഞ്ഞെന്നാൽ ഒറ്റയ്ക്കും ഇവർ കൊന്നിടും. അയോഗ്യൻ താൻ ദാനമിങ്ങ് ഭേദം ചെയ്വതുമിങ്ങനെ. ശേഷന്മേൽ പള്ളികൊള്ളും ഈ വിഷ്ണുവെ ഉണർത്തുവൻ, ചതുർഭുജൻ മഹാവീരൻ ഇവൻ ആർത്തികൾ തീർത്തിടും. സാധാരണ പാലനകർമ്മം ചെയ്യുക വിഷ്ണുവാണ്. വിഷ്ണുവിൻ്റെ അടുത്താണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ആ വിഷ്ണുവിനോട് പ്രാർത്ഥിക്കുക. വേറെന്താ ഞാൻ ചെയ്യുക? ആ നാഭിപത്മത്തിൽ ഇരിക്കുകയാണ് ബ്രഹ്മാവേ. വധിഷ്യതി തഥൈകോപി നിർബലത്വേ പ്രകാശിതേ ദാനം നൈവ അദ്യയോഗ്യം വാ ഭേദകാര്യോ മയാ കഥം. അപ്പം അതുകൊണ്ട് ബലഹീനത വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് എന്നെ കൊല്ലാൻ സാധിക്കും. അപ്പോൾ അത് വേണ്ട. വിഷ്ണു പ്രബോധയാമ്യദ്യാശേഷേ സുപ്തം ജനാർദ്ദനം ചതുർഭുജം മഹാവീരം ദുഃഖഹാസ ഭവിഷ്യതി. ശേഷനിൽ ഉറങ്ങുന്നതായിട്ടുള്ള ഈ അനന്തൻ്റെ മെത്തയിൽ അനന്തനാകുന്ന മെത്തയിൽ കിടന്നുറങ്ങുന്ന ഈ ചതുർഭുജനായിട്ടുള്ള വിഷ്ണുവിനെ, മഹാവീരനായിട്ടുള്ള ജനാർദ്ദനനെ ഉണർത്താം. അതിന് സ്തുതിയാച്ചാൽ സ്തുതി, എന്താ വേണ്ട വെച്ചാൽ അത് ചെയ്യാം. ആ വിഷ്ണു സങ്കടം നിവർത്തി ചെയ്യും. കാരണം പാലകൻ ആയതുകൊണ്ട് അത് ഭഗവാന്റെയും ഡ്യൂട്ടിയാണ്, ചെയ്തോളൂ. ശേഷൻ തൻ പള്ളി കൊള്ളും ഈ വിഷ്ണുവെ ഉണർത്തുവൻ, ചതുർഭുജൻ മഹാവീരൻ ഇവൻ ആർത്തികൾ തീർത്തിടും. ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ചു പത്മനാളം ഗമിച്ചജൻ, ദുഃഖം കെടുക്കും ശ്രീ വിഷ്ണു തന്നെ ശരണമാക്കിനാൻ. അപ്പം അതുകൊണ്ട് അനക്കമെന്നിയെ യോഗനിദ്ര കൊള്ളും ജഗന്മയം ശ്രീനാരായണനെ ബോധം വരുത്താൻ വിധി വാഴ്ത്തിനാൻ. അപ്പം ആദ്യം ചെയ്തതെന്താ? ഭഗവാനെ സ്തുതിക്കുകയാണ്. ഇത് സഞ്ചിന്യ മനസാ പത്മനാളഗതോബ്ജജ ജഗാമ ശരണം വിഷ്ണു മനസാ ദുഃഖനാശകം. ഇങ്ങനെ ആലോചിച്ചിട്ട് താനിരിക്കുന്ന ആ താമരയുടെ തണ്ടിലൂടെ താഴത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ആ ബ്രഹ്മാവ് ദുഃഖത്തെ നശിപ്പിക്കുന്നതായിട്ടുള്ള ആ വിഷ്ണുവിനെ മനസാ ശരണം പ്രാപിച്ചു. എന്നിട്ട് തുഷ്ടാവ ബോധനാർത്ഥം തം ശുഭൈ സംബോധനൈർഹരിം നാരായണം ജഗന്നാഥം നിസ്പന്ദം യോഗനിദ്രയാം. ഈ യോഗനിദ്രയിൽ ലയിച്ചതായിട്ടുള്ള ആ ഭഗവാനെ എങ്ങനെയാണോ ഒന്ന് അനക്കേണ്ടത്, ഒന്ന് അനങ്ങണം കൂടിയില്ല. ജഗന്നാഥനായിട്ടുള്ള ഈ ഭഗവാനെ ഉണർത്താൻ വേണ്ടിയിട്ട്, ഒന്ന് അനക്കാൻ വേണ്ടിയിട്ട് പലതും ശ്രമിച്ചു, നടന്നില്ല. ശുഭസൂചകമായിട്ടുള്ള സംബോധനകളെ കൊണ്ട് പലതും ആലോചിച്ചു കൊണ്ട് സ്തുതിച്ചു. അനക്കല്ല, അതാ കുഴപ്പം. നിഷ്പന്ദനമാണ്. എന്തെങ്കിലും ഒരു സ്പന്ദനയെങ്കിലും വേണ്ടേ? ഒന്ന് അനങ്ങും കൂടി ഇല്ലാച്ച എന്ത് ചെയ്യും? സാധാരണ പാലകൻ ഉറങ്ങാൻ പാടില്ല. ഇവിടെ യുദ്ധം കഴിഞ്ഞ് ക്ഷീണിച്ചിട്ട് യോഗനിദ്രയിൽ നമ്മുടെയൊക്കെ യോഗനിദ്ര പോലെ വിഷ്ണു താൽക്കാലികമായിട്ടൊന്ന് ഉറങ്ങുക തന്നെയാണ്. നമുക്ക് അങ്ങനെ പറയാം. ബ്രഹ്മാവ് ദീനനാഥ ഹരേ വിഷ്ണു സർവാവാസാ ജഗൽപദേ പുനർനണീക്യ ഭക്താർത്തിഹര വാമന മാപദേ. ബ്രഹ്മോവാച ദീനനാഥ ഹരേ വിഷ്ണു വാമനോത്തിഷ്ഠ മാധവ ഭക്താർത്തി ഹൃഷികേശ സർവാവാസാ ജഗൽപദേ. ഹേ ദീനനാഥ ഹരേ വിഷ്ണു വാമന മാധവ ഭക്താർത്തിനാശന ഹൃഷികേശ സർവാവാസ ജഗൽപദേ. ഉണരൂ, എഴുന്നേൽക്കൂ, ഈ മധുകേടവന്മാരെ വധിക്കൂ, എന്നെ രക്ഷിക്കൂ. അന്തര്യാമിൻ അമേയാത്മൻ വാസുദേവ ജഗൽപദേ ദുഷ്ടാരിനാശന ഏകാഗ്രജിത്ത ചക്രഗദാധരാം. ഹേ അന്തര്യാമിൻ, സാക്ഷി, അമേയാത്മൻ, വാസുദേവ, ജഗൽപദേ, ദുഷ്ടന്മാരായിട്ടുള്ള ശത്രുക്കളെ നശിപ്പിക്കുന്നതിൽ ഏകാഗ്രചിത്തനായിരിക്കുന്ന ഭഗവാനെ. ഇങ്ങനെ ഉറങ്ങാൻ പാടില്ല, അവിടെ ഉറങ്ങുകയാണ്. ചക്രം, ഗദ എന്നീ ആയുധം ധരിക്കുന്ന ഭഗവാനെ. ഇപ്പോൾ ശംഖചക്ര ഗദാ പുഷ്പങ്ങൾ അല്ലെങ്കിൽ താമര, പത്മം ധരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ പ്രാർത്ഥിച്ചു. നല്ലോണം പ്രാർത്ഥിച്ചു ബ്രഹ്മാവ്. ആർക്കും തിട്ടപ്പെടുത്താനാവാതെ ഏതിനുമുള്ളിലായി വാഴും ചക്രഗദാഹസ്ത ദുഷ്ടനാശ മഹാവ്രതാം. പിന്നെയോ എന്താ വേണ്ടത്? സർവജ്ഞ സർവലോകേശ സർവശക്തി സമന്വിത ഉത്തിഷ്ഠോത്തിഷ്ഠ ദേവേശ ദുഃഖനാശന പാഹി മാം. സർവലോകേശ സർവജ്ഞ സർവശക്തിയുമുള്ളവനെ, ദുഃഖനാശന ദേവേശ, എണീറ്റാലും എന്നെ രക്ഷിച്ചാലും.
സർവജ്ഞ സർവലോകേശ സർവശക്ത സുരേശ്വര എണീറ്റാലും കാത്താലും അഴൽ തീർത്തു നീ. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ സ്തുതിച്ച അപ്പോഴേക്കപ്പോഴേ വിഷ്ണു എഴുന്നേൽക്കും. എന്നിട്ട് ബ്രഹ്മാവിനെ സഹായിക്കും. ഇവിടെ ക്ഷീണം കൊണ്ട് അനവധി 10,000 കൊല്ലത്തെ യുദ്ധം ചെയ്തതിൻ്റെ ശേഷമാണ്. ഇവിടെ ഇനി ചെയ്യാൻ പോകുന്നത് 5000 കൊല്ലത്തെ യുദ്ധമാണ്. വിശ്വംഭര വിശാലാക്ഷ പുണ്യശ്രവണ കീർത്തന ജഗദ്യോനെ നിരാകാര സൃഷ്ടിസ്ഥിത്യന്തകാരക മതം ചേർത്തുള്ളോരി ദൈത്യർ കൊല്ലാൻ തയ്യാറെടുത്തിതാ നിൽക്കയാണി സങ്കടം നീ അറിയുന്നില്ലയോ പ്രഭോ. കാര്യം നേരിട്ട് പറഞ്ഞു. വിശ്വംഭര വിശാലാക്ഷ പുണ്യശ്രവണ കീർത്തന ജഗദ്യോനെ നിരാകാര സർഗസ്ഥിത്യന്തകാരക ഇമൗ ദൈത്യോ മഹാരാജ ഹന്തുകാമോ മദോദ്ധതൗ ന ജാനാസ്യഖിലാധാര കഥം മാം സങ്കടേ ഗതം. വിശ്വംഭര വിശാലാക്ഷ പുണ്യശ്രവണ കീർത്തന ജഗദ്യോനെ നിരാകാര സൃഷ്ടിസ്ഥിതി ലയകാരക അഖിലാധാര മദോദ്ധതരായ ഈ അസുരന്മാർ മധുകേടവന്മാർ എന്നെ കൊല്ലാൻ നിൽക്കുകയാണ്. എൻ്റെ സങ്കടം അവിടുന്ന് അറിയുന്നില്ലേ? ഉറക്കത്തിൽ എങ്ങനെ അറിയാം? വിഷ്ണു ഉറങ്ങുകയാണ്. എങ്കിലും അങ്ങനെയാണ് സ്തുതിക്കാവൂ. അതുകൊണ്ട് സ്തുതിച്ചു, അത്രേ ഉള്ളൂ. ഉപേക്ഷസേതി ദുഃഖാർത്ഥം യതി മാം ശരണം ഗതം പാലകത്വം മഹാവിഷ്ണു നിരാധാരം ഭവേ തഥാ പറഞ്ഞു. ത്രിമൂർത്തികളിൽ ഒരാളാണ് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും. അപ്പം അതുകൊണ്ട് അത്യന്തം ദുഃഖാർത്ഥനായിട്ട് അങ്ങയെ ശരണം പ്രാപിച്ച എന്നെ ഉപേക്ഷിച്ചാൽ വിഷ്ണു ലോകപാലകനാണ് എന്ന വസ്തുത അടിസ്ഥാനമില്ലാത്തതായി തീരും. ഭഗവാനെ വേഗം എഴുന്നേൽക്കൂ, പാലകവൃത്തി ചെയ്യണ്ടേ, അസുരന്മാരെ കൊല്ലൂ, ദുഷ്ടത ഇല്ലാണ്ടേക്കൂ, സാത്വത വർദ്ധിപ്പിക്കൂ, എന്നെ രക്ഷിക്കൂ. അപ്പം അതുകൊണ്ട് ആർത്തനായി നിൻ കാൽ പിടിച്ചോരെന്നെ നീ കൈവെടിഞ്ഞിടിൽ പാലകൻ ഹരി ഈ പേരിനടിത്തറ തെറിച്ചു പോം. പിന്നെയോ യോഗനിദ്രയ്ക്കടിപ്പെട്ട് പോകയാൽ ഈ സ്തവങ്ങളാൽ ഉണർന്നതേയില്ല ഹരി തഥാ ചിന്തിച്ചു പത്മജൻ. ഏവം സ്തുതോപി ഭഗവാൻ ന ബുബോധ യഥാ ഹരി യോഗനിദ്ര സമാക്രാന്ത സദാ ബ്രഹ്മാഹ്യചിന്തയൽ. ഇങ്ങനെയൊക്കെ സ്തുതിച്ചിട്ടും യോഗനിദ്രയിൽ നിന്നും ഹരി ഉണർന്നില്ല. അപ്പോൾ ബ്രഹ്മാവ് സ്വയം ആലോചിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ? നൂനം ശക്തി സമാക്രാന്തോ വിഷ്ണുർനിദ്രാവശങ്കത ജജാഗാര ന ധർമാത്മാ കിം കരോമ്യദ്യ ദുഃഖിത. വിഷ്ണു ശക്തിക്ക് അധീനനായിട്ട് നിദ്രയിൽ മുഴുകിക്കിടക്കുകയാണ്. ഈ ധർമാത്മാവായുള്ള അദ്ദേഹം ഇതുകൊണ്ടൊന്നും ഉണരുന്ന തോന്നുന്നില്ല. ദുഃഖിതനായിട്ട് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? നിദ്ര കൊള്ളുകയാം വിഷ്ണു നൂനം ശക്തിക്ക് അധീനനായി ഉണരിൽ ഇതുകൊണ്ടൊന്നും ചെയ്വതെന്താർത്തനാം ഇവൻ. ഇനിയോ മതോദ്ധതന്മാർ ദൈത്യന്മാരോ കൊല്ലാനണഞ്ഞവർ ചെയ്വതെന്ത് എങ്ങു പോവേണ്ടു ഗതി ആരുണ്ടെനിക്കിനി. ഹന്തുകാമൗ ഉഭൗ പ്രാപ്തൗ ദാനവൗ മദഗർവിതൗ കിം കരോമി ക്വ ഗച്ഛാമി നാസ്തി മേ ശരണം കുജൽ. ഇവരെന്നെ കൊല്ലാനായിട്ടാണ് വന്നെന്ന് അഹങ്കാരം കൊണ്ട് എത്ര വലുതായിട്ടെന്ന് വെച്ചാൽ ശരിയാ. ഈ 2 അസുരന്മാരെ ഞാൻ തയ്യ, ഞാൻ എവിടേക്കാണ് പോവുക? എനിക്ക് എങ്ങോട്ടും പോകാൻ ഒരു വഴിയും കാണാനില്ല, രക്ഷയില്ല. എന്താ ഞാൻ ചെയ്യുക? എന്നിട്ടോ ഇതി സഞ്ചിന്യ മനസാ നിശ്ചയം പ്രതിപദ്യ ച തുഷ്ടാവ യോഗനിദ്രാം താം ഏകാഗ്രഹൃദയ സ്ഥിത. ഇപ്പോൾ ബ്രഹ്മദേവൻ ഇങ്ങനെ ഉള്ളിൽ മനസ്സിൽ നല്ലോണം ആലോചിച്ചതിന് ശേഷം തീരുമാനിച്ചു, ഈ ഏകാഗ്രതനായിട്ട് യോഗനിദ്രയെ ബ്രഹ്മാവ് സ്തുതിക്കാം എന്ന് നിശ്ചയിച്ചു. സ്തുതിക്കാൻ തുടങ്ങി. നിദ്ര കൊള്ളുകയാം വിഷ്ണു നൂനം ശക്തിക്ക് അധീനനായി ഉണരില്ല ഇതുകൊണ്ടൊന്നും ചെയ്വതെന്താർത്തനാമിവൻ. മതോദ്ധതന്മാർ ഈ ദൈത്യന്മാരോ കൊല്ലാനണഞ്ഞവർ ചെയ്വതെന്ത് എങ്ങു പോവേണ്ടു ഗതിയാരുണ്ടെനിക്കിനി. ഉള്ളാലേവ നിരൂപിച്ചിട്ടൊടുക്കം ദൃഢചിത്തനായി ഏകാഗ്രഭാവം കൈക്കൊണ്ടു വാഴ്ത്തിനാൻ യോഗനിദ്രയെ. അനക്കം കൂടിയില്ലാതെ വിഷ്ണുവെ ബോധഹീനനായി തീർത്തൊര ശക്തി താൻ എന്നെ രക്ഷിക്കാൻ ശക്തയായി വരും. വിചാര്യ മനസാപ്യേവം ശക്തിർമേ രക്ഷണേ ക്ഷമ യയാഹ്യചേതനോ വിഷ്ണു കൃതോസ്തി സ്പന്ദവർജിത. ഇങ്ങനെ വിചാരിച്ചിട്ടാണ് സ്തുതിക്കാൻ പുറപ്പെട്ടത്. ഏത് ശക്തിയാണോ വിഷ്ണുവിനെ അചേതനാക്കിയത്, ഒരു അനക്കം പോലും ഇല്ലാതെയാക്കിയത്, ആ ശക്തിക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് സ്തുതിച്ചത്. അറിയുന്നില്ല ശബ്ദാദി ഗുണങ്ങളെ മരിച്ചവൻ അവണ്ണം അറിയുന്നില്ല ഹരിയും നിദ്ര കൊള്ളുകയാൽ. വ്യസുര്യഥാ ന ജാനാതി ഗുണാൻ ശബ്ദാധികാനിഹ തഥാ ഹരിർന ജാനാതി നിദ്രാമീലിതലോചന. മരിച്ചവൻ എപ്രകാരമാണോ കിടക്കുന്നത് അതേപോലെ കിടക്കുന്നത്. ശബ്ദാദി ഗുണങ്ങളെ ഒന്നും അറിയുന്നില്ല.
അപ്രകാരം നിദ്ര ഉറക്കത്തിലാണ് കണ്ണടച്ചിട്ടുള്ള ഈ ഹരി ഒന്നും അറിയണില്ല. അങ്ങനെ ഉറക്കാം. ജഹാദി യഥോ നിദ്രാം ബഹുധാ സംസ്തുതോപ്യസൗ മന്യേനാസ്യാവശേ നിദ്രയായം വശീകൃത. പല പ്രകാരത്തിലും സ്തുതിച്ചിട്ടും ഇദ്ദേഹം ഉണർന്നില്ലല്ലോ. അതുകൊണ്ട് നിദ്ര ഇദ്ദേഹത്തിന് അധീനമല്ല, മറിച്ച് നിദ്ര ഇദ്ദേഹത്തെ അടിമപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓർപ്പൂ, ഞാൻ എത്ര വാഴ്ത്തിയിട്ടും വിഷ്ണുവിങ് ഉണരായകയാൽ ഇവൻ വശത്തല്ല നിദ്ര, നിദ്ര തൻ വശമിന്നിവൻ. നിദ്രയുടെ കയ്യിലാണ് വിഷ്ണു ഉള്ളത്, വിഷ്ണുവിൻ്റെ കയ്യിലല്ല നിദ്രയുള്ളത്. ഇപ്പം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ കൺട്രോളിലാവണം ഉറക്കം എന്നാ. നമ്മൾ കൂട്ടിയാൽ പറ്റുമോ? രാത്രിയും പറ്റില്ല, പകലും പറ്റില്ല. പകൽ ഉറങ്ങണവർ പകൽ കിടന്നുറങ്ങും, രാത്രി കിടന്നവർക്ക് ഉറക്കമില്ലാത്തവർക്ക് ഉറക്കോട്ടില്ലേ ഇനി. ഇത് രണ്ടും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ സാരം എന്താ? നമ്മുടെ കൺട്രോളിലല്ല ഈ ഉറക്കം. ആരുടെ കൺട്രോളിലാ? ഭദ്രകാളിയുടെ കൺട്രോളിലാണ്. അതാണ്. അപ്പോൾ ഭദ്രകാളിയെ സ്തുതിക്കാം. ആർക്ക് അധീനനായി നിൽപ്പത് അവൻ തൽ കിങ്കരൻ സദാ. അതിനാൽ ഈ യോഗനിദ്ര വിഷ്ണുവിൻ്റെയുമീശ്വരി. യോ യസ്യ വശമാപന്ന സ തസ്യ കിങ്കരക്കില. തസ്മാച്ച യോഗനിദ്രേയം സ്വാമിനി മാപദേർഹരേ. ആർക്ക് വിധേയനാകുന്നുവോ അയാൾ അവൻ്റെ കിങ്കരനാണ്. അതുകൊണ്ട് ഈ യോഗനിദ്ര ലക്ഷ്മീപതിയായിട്ടുള്ള ഹരിയുടെ സ്വാമിനിയാണ്. സിന്ധുജായാപിവശേയാ സ്വാമി വശീകൃത. നൂനം ജഗതിദം സർവം ഭഗവത്യാ വശീകൃതം. അപ്പോൾ പാലാഴിയിൽ നിന്നും ജനിച്ച ലക്ഷ്മി ദേവിയുടെ ഭർത്താവായിട്ടുള്ള ഈ മഹാവിഷ്ണുവിനെ പോലും ആരാണോ വശീകരിച്ചത് ആ ഭഗവതിയാൽ തീർച്ചയായും ഈ ലോകം മുഴുവൻ വശീകരിക്കപ്പെട്ടിരിക്കുന്നു. ലക്ഷ്മീവശൻ ശ്രീഹരിയെ കൂടി തൻ വശമാക്കിയോൾ ഇവൾ മുപ്പാരുമിദ്ദേവിക്കധീനം തന്നെ നിശ്ചയം. അപ്പോൾ അവിടെ വെറുതെ ഭദ്രകാളിയെ സ്തുതിക്കല്ലാണ്ടായത്, മഹാദേവിയെ സ്തുതിക്കാനുണ്ടായത് എന്ന് സാരം. ഭദ്രകാളിയായിട്ടാണ് വന്നത് എന്ന് മാത്രമേ ഉള്ളൂ. വിഷ്ണുവും ശംഭുവും ജ്ഞാനം രമ പാർവതി വാണിയും ഏവരും തദധീനന്മാരത്രേ സന്ദേഹമില്ലതിൽ. അഹം വിഷ്ണു സദാ ശംഭു സാവിത്രി ച രമാപ്യുമാ സർവേ വയം വശേ യസ്യ നാത്ര കിഞ്ചിത് വിചാരണ. ഞാനും വിഷ്ണു ശിവനും സരസ്വതി ലക്ഷ്മി പാർവതി ഇവരെല്ലാവരും ആ ശക്തിക്ക് അധീനരാണ്. യാതൊരു തർക്കവും യാതൊരു സംശയവുമില്ല. ഹരിരപ്യവശേദേ യഥാന്യ പ്രാകൃതോ ജന യയാഭിഭൂത വാർത്ത കിലാന്യേഷ മഹാത്മന. ഈ ഭഗവാൻ ഹരി വിഷ്ണു ഇപ്പോൾ പ്രാകൃതനായിട്ടുള്ള ഒരു അന്യനെ പോലെ അവശനായിട്ട് കിടക്കണു. ഈ ദേവിക്ക്, ഈ യോഗനിദ്രയ്ക്ക് വിധേയരായിട്ടുള്ള മറ്റ് മഹാത്മാക്കളുടെ കഥ പിന്നെ പറയാനുണ്ടോ? പാലകൻ വിഷ്ണു ഇങ്ങനെ കിടക്കുക വെച്ചാൽ പിന്നെ അഷ്ടദിക്പാലകന്മാരുടെ കഥ പറയണോ? മറ്റുള്ള ദേവീദേവന്മാരുടെ കാര്യം പറയണോ? ഒന്നും പറയാനില്ല. ആർക്ക് അധീനപ്പെട്ടു വിഷ്ണു കൂടി പ്രാകൃതൻ എന്ന പോയി കിടപ്പു പിന്നെ മറ്റുള്ള ധന്യർ തൻ കഥയെന്തുവാൻ. സ്വാതന്ത്ര്യം ആരേകിയാലേ നിത്യനാം വിഷ്ണു തൽക്ഷണം പോരിനിറങ്ങുമാ യോഗനിദ്രയെ താൻ സ്തുതിക്കുവൻ. സൗമ്യദ്യ യോഗനിദ്രാം വൈ യയാ മുക്തോ ജനാർദ്ദന ഘടയിഷ്യതി യുദ്ധേ ച വാസുദേവ സനാതന. ആരിൽ നിന്ന് മുക്തനായാലാണോ വാസുദേവനും സനാതനുമായിട്ട് ഈ ജനാർദ്ദനൻ ഇപ്പോൾ യുദ്ധത്തിന് തയ്യാറാകുന്നത്, ആ യോഗനിദ്രയെ ഞാനിതാ ഇപ്പോൾ സ്തുതിക്കാൻ പോവുകയാണ്. ഇതി കൃത്വാ മതിം ബ്രഹ്മ പത്മനാളസ്ഥിതസ്തദാ തുഷ്ടാവ യോഗനിദ്രാം താം വിഷ്ണോഹോ അംഗേഷു സംസ്ഥിതാം. ഇങ്ങനെ നിശ്ചയിച്ചുറച്ച ബ്രഹ്മാവ് പത്മനാളത്തിൽ ഈ താമരയുടെ തണ്ടിലിരുന്നു കൊണ്ട് തൻ്റെ പിതാവായിട്ടുള്ള വിഷ്ണുവിനെ, അങ്ങനെ തന്നെ വേണം പറയാൻ, ആ വിഷ്ണുവിൻ്റെ അംഗങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള നിദ്രാദേവിയെ യഥാവിധി സ്തുതിച്ചു എന്നാണ്. എന്നു പേർത്തും നിശ്ചയിച്ച പത്മനാളസ്ഥനാം വിധി വിഷ്ണു ദേഹത്തിങ്കൽ നിൽക്കും യോഗനിദ്രയെ വാഴ്ത്തിനാൻ. അതായത് ഓരോരോ അംഗങ്ങളിലും അതാത് ഭാവങ്ങളിലാണ് ഈ നിദ്രാദേവി ഇരിക്കുന്നത്. കയ്യിൽ, കാലിൽ, കണ്ണിൽ, മൂക്കിൽ, അങ്ങനെ ഇന്ദ്രിയങ്ങളിലൊക്കെ പ്രത്യേകം ഇരിക്കുക. ഇപ്പോൾ എന്നാൽ അങ്ങനെയാണോ സ്തുതി വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ. അത് മഹാദേവിയെ സ്തുതിക്കുന്ന പോലെയാണ് സ്തുതിക്കുന്നത്. ബ്രഹ്മോവാച ഓം ദേവീ ത്വമസ്യ ജഗതഃ കില കാരണം ഹി ജ്ഞാതം മയാ സകലവേദവചോഭിരംബ യദ്വിഷ്ണുരപ്യഖില ലോകവിവേകകർത്താ നിദ്രാവശം ച ഗമിത പുരുഷോത്തമോദ്യ. അല്ലയോ ദേവി, അവിടുന്ന് തന്നെയാണ് ഈ ജഗത്തിൻ്റെ
സൃഷ്ടിക്കായാലും സ്ഥിതിക്കായാലും സംഹാരത്തിനായാലും കാരണം. അമ്മേ അത് വേദസൂക്തങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നുണ്ട്. സ്മൃതികളിലായാലും ശ്രുതികളിലായാലും ഒക്കെ പറഞ്ഞിരിക്കണം. അതുകൊണ്ട് അഖില ലോകത്തിനും ഈ വിവേകം ജനിപ്പിക്കുന്ന പുരുഷോത്തമനായിട്ടുള്ള വിഷ്ണുവിനെയും ഇന്ന് നിദ്രാവശമാക്കി. ആർ നിദ്ര തൻ വശകനാക്കിയതി ജഗത്തിനൊക്കെ പ്രബോധമരുളും ഹരിയേയും ഇപ്പോൾ ആ നീ ജഗത്തിനു കാരണമമ്പ വേദവാക്യങ്ങളാലിവനുമിങ്ങ് ഇതറിഞ്ഞു ദേവി. കോ വേദത്തെ ജനനി മോഹവിലാസലീലാം മൂഢോസ്മ്യഹം ഹരിരയം വിവശേദേ ഈദൃക്തയാ സകലഭൂതമനോനിവാസേ വിദ്വത്തമോ വിബുധകോടിഷു നിർഗുണായ. മഹാദേവി, അഖില ഭൂതങ്ങളുടെയും അന്തർഭാഗത്ത് കുടികൊള്ളുന്ന അന്തര്യാമിയായിട്ട് ഇരിക്കുന്നതായിട്ടുള്ള നിർഗുണയായിട്ടുള്ള അമ്മയുടെ ഈ മോഹിപ്പിക്കുന്ന ലീലാവിലാസങ്ങൾ അതിനെക്കുറിച്ച് ആർക്കറിയാം? ഞാൻ കുറച്ചൊരു മൂഢഭാവത്തിലാണ് ഉള്ളത്. ഈ വിദ്വാൻമാരിൽ വിദ്വാനായിട്ടുള്ള ഈ മഹാവിഷ്ണു പോലും ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? ആരെന്തറിഞ്ഞതിഹ നിർഗുണ നിന്റെ മോഹലീലാവിലാസമഖിലാന്തരവാസകേഹേ ജ്ഞാനോ വിമൂഢന്നിഹ വിജ്ഞരിൽ വിജ്ഞനാമി ശ്രീ വിഷ്ണു കൂടി ഇതുമട്ടവശം കിടപ്പൂ. സാഖ്യാവദന്തി പ്രകൃതിം പുരുഷം ചയാം താം ചൈതന്യഭാവരഹിതാം ജഗതശ്ചകർത്രീം കിം താദൃശാസി കഥമത്ര ജഗന്നിവാസശ്ചൈതന്യതാവിരഹിതോ വിഹിതസ്ത്വയാദ്യാം. സാഖ്യന്മാർ പ്രകൃതിയെയും പുരുഷനെയും കുറിച്ച് പറയുന്നുണ്ട്. പ്രകൃതി ചൈതന്യമില്ലാത്ത ഭാവത്തിലാണ്, ജഗത്തിൻ്റെ വിധാത്രിയാണ്. ഭഗവാനെ അവിടുന്ന് ചൈതന്യമില്ലാത്തവളാണോ? അമ്മയോട് ചോദിക്കുക, അമ്മ ചൈതന്യമില്ലാത്ത ആളാ? അല്ലെങ്കിൽ ജഗന്നിവാസനായിട്ടുള്ള ഈ ഹരിയെ ചൈതന്യരഹിതനാക്കി തീർത്തത് എങ്ങനെയാണ്? അമ്മയിലുള്ള ചൈതന്യം അമ്മ ഇങ്ങോട്ട് എടുത്തപ്പോൾ വിഷ്ണു ചൈതന്യഹീനനായി. അതല്ലേ സംഭവിച്ചത് എന്നാ ചോദ്യം. സാഖ്യോക്തിയിൽ പ്രകൃതി വിശ്വവിധാത്രിയും നീ ചൈതന്യഹീന പുരുഷാഖ്യയുമങ്ങു തന്നെ. എന്നിട്ടും അങ്ങയോട് ചേർന്ന മുരാരി കൂടി ചൈതന്യമറ്റവശമെന്തിവിടെ കിടക്കാൻ. അതായത് മഹാവിഷ്ണു ഭഗവതിയുടെ ഏറ്റവും ഇഷ്ടനായിട്ടുള്ള ഭക്തനാണ്. അപ്പോൾ ആ ഭക്തനെ കൂടി അമ്മ ഇങ്ങനെ ഉറക്കിച്ചാൽ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? അതാണ് ഇപ്പോഴത്തെ അന്വയം. അങ്ങനെയാണ്. അമ്മ വിഷ്ണുവിനെ കൂടി ഉണർത്തി ബാക്കിയുള്ളവരെ പിന്നെ പറയാനുണ്ടോ? വിശേഷണങ്ങൾ അമ്മയ്ക്കുണ്ട്, വിഷ്ണുവിനുണ്ട്. ഈ സ്തുതിയുടെ പ്രത്യേകത അതാണ്. നാട്യം തനോഷി സഗുണാവിധി വിവിധ പ്രകാരം നോ വേത്തി കോപി തവ കൃത്യവിധാനയോഗം ധ്യായന്തിയാം മുനിഗണാ നിയതം ത്രികാലം സന്ധ്യേതി നാമ പരികൽപ്യ ഗുണാൻ ഭവാനി. അമ്മയുടെ ഓരോരോ കാര്യങ്ങളെ പറഞ്ഞിട്ടാണ് ഇനി സ്തുതിക്കുന്നത്. സന്ധ്യ എന്ന നാമം കൽപ്പിച്ച് മുനിമാർ പ്രഭാതസന്ധ്യയ്ക്കും ഉച്ചസന്ധ്യയ്ക്കും സായം സന്ധ്യയ്ക്കും മുടങ്ങാതെ കണ്ട ആരുടെ ഗുണഗണങ്ങളാണോ ധ്യാനിക്കുന്നത്, കീർത്തിക്കുന്നത്, ആ സഗുണസ്വരൂപം അവിടുന്ന് സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. പലതും പല പ്രകാരത്തിൽ നാട്യത്തെ നടിക്കുന്നു. അമ്മയുടെ ഈ കൃത്യനിർവഹണ വൈഭവം അത് ആർക്കാ മനസ്സിലാവുക? എളുപ്പമല്ല. എന്താ കാരണം? അമ്മയുടെ ലീലാരഹസ്യം കുറച്ച് ഗൂഢമാണ്. അത് പറയാൻ സാധിക്കില്ല. നീ രൂപമാർന്നു പലതിങ്ങു നടിച്ചിടുന്നു, നിൻ കർമ്മവൈഭവം അറിഞ്ഞവൻ ആരൊരുത്തൻ. ധ്യാനിപ്പൂ നിൻ ഗുണഗണം മുനിമാർനിതാന്തം സന്ധ്യേതി നാമം അവിടേക്കരുളി ത്രികാലം. അതേപോലെ ബുദ്ധിർഹി ബോധകരണാ ജഗതാം സദാത്വം ശ്രീശ്ചാസി ദേവി സതതം സുഖദാസുരാണാം കീർത്തിസ്തഥാ മതിഭൃതോ കില കാന്തിരേവ ശ്രദ്ധാരതിശ്ച സകലേഷു ജനേഷു മാതാം. ലോകത്തിന് എല്ലായ്പ്പോഴും ബോധം ജനിപ്പിക്കുന്നതായിട്ടുള്ള ബുദ്ധി അത് അമ്മയാണ്. അല്ലയോ ശ്രീദേവി? ശ്രീയായിട്ടുള്ള അമ്മ ദേവന്മാർക്കെല്ലാം സുഖം കൊടുക്കണു. ബുദ്ധിമാർക്ക് ബുദ്ധി, കീർത്തി, കാന്തി അതൊക്കെ കൊടുക്കുന്നത് അമ്മ തന്നെയാണ്. ആ രൂപത്തിൽ വരുന്നത് അമ്മ തന്നെയാണ്. ശ്രദ്ധ അമ്മയാണ്. അമ്മയെ സകല ജലങ്ങളിലുള്ള രതി അമ്മയാകുന്നു. ഭക്തിഭാവത്തിലെ മൂർത്തിമൽ ഭാവമാണ് രതി. അതും അമ്മയുടെ ഈ രൂപം തന്നെയാണ്. എന്നുവെച്ചാലോ അമ്മയെ സകല സ്വരൂപം വെച്ചല്ല, ഇത് അമ്മയുടെ ഒരു ഭാവമാണ്. ആ ഭാവത്തിലാണല്ലോ നമ്മെ വശപ്പെടുത്തുന്നത് എന്നാണ്.
നീ ബുദ്ധി ബോധം ഉലകിന്നു സദാ കൊടുപ്പോൾ ശ്രീ നീ സുരർക്കു സതതം സുഖമേകുവോൾ നീ നീ കീർത്തി ബുദ്ധി എഴുവോർക്കിഹ കാന്തിയും നീ നീ ശ്രദ്ധ തന്നെ രതി നീ ഭുവനത്തിലൊക്കെ. ഇവിടെ അമ്മയെ നീ എന്നാണ് സംബോധന ചെയ്യുന്നത്. ഞാൻ എഴുത്ത് തുടങ്ങുന്ന ആ കാലത്ത് ഒരു കീർത്തനത്തിൽ ഇങ്ങനെ നീ എന്ന അമ്മയെ അറിയാതെ കണ്ട് സംബോധന ചെയ്തു പോയി. അപ്പോൾ എനിക്ക് തോന്നി, അമ്മ എൻ്റെ മീതയല്ലേ, അമ്മ എങ്ങനെ ഞാൻ നീ എന്ന് പറയാം? ഇംഗ്ലീഷുകാർ പറയുന്ന പോലത്തിൽ യു എന്നങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ അത് ശരിയല്ല എന്ന് തോന്നി. അതിനുശേഷം ഞാൻ എഴുതിയ എല്ലാ കീർത്തനങ്ങളിലായാലും പുരാണങ്ങൾ, ഇപ്പോൾ ദേവി മഹാത്മ്യായാലും രാമായണമായാലും ഭാഗവതമായാലും ഇപ്പോൾ ശിവപുരാണമായാലും ഗീതയായാലും അതിലൊന്നും ഈ ഭഗവാനെയോ ഭഗവതിയെയോ നീ എന്ന് സംബോധന ചെയ്തിട്ടില്ല. ഭഗവതിയോ ഭഗവാനോ മറ്റേ ഇനി അസുരന്മാരായിട്ട് നീ എന്നിട്ട് വിളിച്ചു വെച്ചാൽ ഒരു പക്ഷേ അവിടെ കൊടുത്തുണ്ടാവാം. അതന്നെ വളരെ സൂക്ഷിച്ച് ഭക്തിഭാവത്തിൽ എത്തിയിട്ടുള്ള ഒരു ഭക്തനാച്ചാൽ ഞാൻ അവിടെയും ഒന്നിങ്ങനെ മനസ്സിരുത്തിയിട്ടുണ്ട്. അപ്പം അതിനൊന്നുകിൽ വരി കൂട്ടും അല്ലെങ്കിൽ വരി കുറയ്ക്കും. അങ്ങനെ ഈ എൻ്റെ പുസ്തകങ്ങൾ മികച്ചതെന്ന് പറയല്ല ഞാൻ, മറിച്ച് അതിൽ ഈ ഒരു വിനയം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഞാൻ പലരോടും ചോദിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ? അപ്പോൾ ഇതിനൊരു പ്രമാണമുണ്ട്. എന്താ പ്രമാണം വെച്ചാൽ, നമ്മുടെ കുട്ടികളെ നമ്മൾ എങ്ങനെയാണോ ലാളിക്കുന്നത് അതേപോലെ ദേവന്മാരെ നമ്മൾ ലാളിക്കണം. ആ ലാളന ഈ 5 വയസ്സ് വരെയുള്ള കുട്ടികൾ ഈശ്വരൻ തന്നെയാണ് എന്ന സങ്കല്പത്തിൽ അവിടെ നീ എന്ന് പ്രയോഗിക്കാം, തൻ്റെ താഴെ എന്ന രീതിയിൽ പ്രയോഗിക്കാം, അതിന് കുഴപ്പമില്ല. അപ്പോൾ ആ പ്രമാണം നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ശരിയാണ് ടോട്ടലായിട്ട് വരുമ്പോൾ. പക്ഷേ അതും എനിക്ക് ശരിയല്ല എന്ന് തോന്നി, ഞാനത് ഉപേക്ഷിച്ചു. അങ്ങനെ ഉണ്ടായി. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിങ്ങനെ വായിക്കുമ്പോൾ നീ ബുദ്ധി എന്ന് പറയുമ്പോൾ അമ്മ ബുദ്ധിയാണെന്ന് പറയുകയാണ്. ശരിയാണ്, അമ്മ ബുദ്ധി തന്നെയാണ്, അതല്ല എന്ന് പറയില്ല. പക്ഷേ നീ എന്ന് പറയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ താഴെയുള്ളവരല്ലേ പറയാറുള്ളൂ എന്ന് തോന്നുക. അപ്പോൾ അതാണ് നീ താൻ ജഗജ്ജനനി എന്നതു സത്യമത്രേ നിദ്രാലുവായ ഹരി തന്നെ ഇതിന്നു സാക്ഷ്യം കിട്ടിൽ ഇതിൽ പരം ഒരു ഉത്തമമാം പ്രമാണം ദുഃഖാർത്ഥനാം ഇവന് തർക്കശതങ്ങളാലും. ഒരു കൃതി എഴുതുമ്പോഴത്തെ എത്ര ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ മഹാപണ്ഡിതന്മാർ ഇങ്ങനെ സൂത്രവഴിയിൽ നോക്കാനുള്ള കാരണം അത് മനസ്സിലായിട്ടുണ്ട് അന്ന് എഴുതുമ്പോഴേ. ശ്രീ മഹാദേവേ നമ. നാദപരം കില വിതർക്ക ശതൈ പ്രമാണം പ്രാപ്തം മയാ യതിഹ ദുഃഖഗതിം ഗതേന ത്വം ചാത്ര സർവജഗതാം ജനനീതി സത്യം നിദ്രാലുതാം വിതരതാ ഹരിണാത്ര ദൃഷ്ടം. അമ്മ തന്നെയാണ് ജഗത്തിൻ്റെ ജനനി, അതിൽ യാതൊരു തർക്കമില്ല. അത് നിത്യസത്യമാണ്. നിദ്രാലുവായിട്ടുള്ള അല്ലെങ്കിൽ ഉറക്കത്തിന് അടിമപ്പെട്ടുള്ള ഈ ഭഗവാൻ വിഷ്ണു ഇപ്പോൾ ഇതാ അതിന് തെളിവായിട്ട് പ്രമാണമായിട്ട് വന്നിരിക്കണു. ദുഃഖിതനായിട്ട് ഞാനിവിടെ നിൽക്കണു. എനിക്ക് പല പല തർക്കശതങ്ങൾ കൊണ്ട് പോലും ഇതിനേക്കാൾ ഉത്തമമായിട്ടുള്ള മറ്റൊരു തെളിവ് തരാനില്ല ലോകത്തിൻ്റെ മുമ്പിൽ അമ്മയോടും. അതുകൊണ്ട് അമ്മയെ ഈ വിഷ്ണുവിനെ എന്താ ചെയ്യേണ്ടത്? വേഗം ഉണർത്തണം, എന്നിട്ട് യുദ്ധം ചെയ്യിക്കണം, എന്നിട്ട് എന്നെ രക്ഷിക്കണം. അതല്ലാച്ചാൽ അമ്മ എന്നെ രക്ഷിക്കണം എന്ന് പറയാൻ പോവുകയാണ്. ദുർഭാവ്യവേദം അറിവോർക്കതുപോൽ ശ്രുതിക്കും ദുർജ്ഞേയ തന്നെ നിഖില അർത്ഥതയാലുമേ നീ വേദങ്ങൾ തന്നെ ജനിയാർന്നതു നിന്നിൽ നിന്നാണ് ഈ കാൺമതൊക്കെ വിശദം തവ കാര്യമത്രേ. ത്വം ദേവി വേദവിദുഷാമപി ദുർവിഭാവ്യ വേദോപി നൂനമഖില അർത്ഥതയാന്ന വേദ യസ്മാൽ ത്വദുദ്ഭവമസൗ ശ്രുതിരാപ്നുവാന പ്രത്യക്ഷമേവ സകലം തവ കാര്യമേതൽ. അല്ലയോ മഹാദേവി, വേദജ്ഞന്മാർക്ക് പോലും ഭാവന ചെയ്യാൻ കഴിയാത്ത ഭാവത്തിലാണ് ബ്രഹ്മാവസ്ഥയിലുള്ള അമ്മ. എല്ലാ വിഷയങ്ങളും ഭഗവതിയിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വേദവും അതിലടങ്ങിയതാ. അപ്പോൾ അതിനത്രേ പറയാൻ പറ്റൂ, പിന്നെയും ബാക്കിയുണ്ടാവും. ആ വേദത്തിനും എന്തുകൊണ്ടത് മുഴുവൻ പറയാൻ പറ്റുന്നില്ല? കാരണം അതിൻ്റെ ബൃഹത്ത് അപ്പുറത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ വേദങ്ങൾ ഉണ്ടായത് തന്നെ ഭഗവതിയിൽ നിന്നാണ്. ഈ കാണുന്നതായിട്ടുള്ള ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ ഉണ്ടായത് അമ്മയിൽ നിന്നാണ്. അത് അമ്മ തന്നെയാണ്. ഇനി ബ്രഹ്മാണ്ടം മുഴുവൻ അമ്മയാണ്.
ബ്രഹ്മാണ്ടമായിട്ടിരിക്കുന്നതും ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചതും ഇനി ബ്രഹ്മാണ്ടം ലയിക്കുന്നതും അമ്മയിലേക്കാണ്. ആർ നിൻ ചരിത്രമറിയും മതിമാൻ ഹരിക്കും ആവില്ല എനിക്കും ശിവനും സുരരിങ്കൽ ആർക്കും എൻ പുത്രരും കഴിവെഴാത്തവർ താൻ യതീന്ദ്രന്മാരും ത്വദീയ മഹിമാവിത് അവർണ്ണനീയം. അപ്പോൾ അവിടെ എൻ്റെ പുത്രന്മാർക്കും അറിയില്ല എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. എൻ്റെ പുത്രന്മാരെ എന്ന് ഉദ്ദേശിച്ചത് സനകാദി മഹർഷിമാർ, പ്രജാപതിമാർ, അവരുടെ മക്കളായിട്ടുള്ള കശ്യപൻ തുടങ്ങിയിട്ടുള്ള വിശ്വാമിത്രൻ, ഇങ്ങനെയൊക്കെ അനവധി ആൾക്കാരുണ്ട്. അഗസ്ത്യൻ, കർദമൻ, എത്ര 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 നിശല്യ മഹാജ്ഞാനികളാണ്. നാരദൻ തൊട്ടവരൊക്കെ എല്ലാം അറിയുന്നവരാ. എന്നിട്ടും വ്യാസൻ ഇല്ലേ, ഒക്കെ അവതാരങ്ങളായാലും ശരി, ഭഗവത് സൃഷ്ടി ബ്രഹ്മാവിൽ നിന്നുണ്ടായുള്ള സൃഷ്ടികളായിട്ടേ കണക്കാക്കാറുള്ളൂ. ഇതൊക്കെ അവതാരങ്ങളാണ് എങ്കിലും, അല്ല അവതാരത്തിനെ അങ്ങനെ പറയാൻ പാടില്ല എങ്കിലും അങ്ങനെയാണ്. മഹാദേവൻ ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്നുണ്ടായപ്പോൾ എൻ്റെ സാരെന്താ, ശ്രീ മഹാദേവിയെ നമാം. അമ്മയോട് ചോദിക്കുകയാണ് ബ്രഹ്മാവ്. കസ്തേ ചരിത്രമഖിലം ഭുവി വേദധീമാൻ നാഹം ഹരിർന ച ഭവോ ന സുരാഹ തഥാ അന്യേ ജ്ഞാതും ക്ഷമാശ്ച മുനയോ ന മമാത്മജാശ്ച ദുർവാച്യ ഏവ മഹിമാ തവ സർവലോകേ. ഈ ലോകത്തിലുള്ള ഏതൊരു ശക്തിക്കാണ്, ഏതൊരു ബുദ്ധി കൊണ്ടാണ് അമ്മയെ അറിയാൻ സാധിക്കില്ല. കാരണം സകല ചരിത്ര അമ്മയുടെ ലീലാ രഹസ്യം തന്നെ ആർക്കും അറിയില്ല. പിന്നെ എങ്ങനെയാണ് അത് മുഴുവൻ മനസ്സിലാക്കുക? ത്രിമൂർത്തികൾക്കും സാധിക്കില്ല. അതേപോലെ മഹാഋഷികൾക്കും എൻ്റെ പുത്രന്മാർക്കും ഒന്നും കഴിയില്ല. സനകാദി മഹർഷിമാര്, മരീചി തൊട്ടുള്ളവർ, അവർക്കൊന്നും ഇത് അറിയില്ല. എങ്ങനെ അറിയാം? അത്രയും കൂടുതൽ ബ്രഹ്മാവസ്ഥയിലുള്ള അമ്മയെ എങ്ങനെയാ ഈ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. യജ്ഞേഷു ദേവി യതി നാമ ന തേ വദന്തി സ്വാഹ ഇതി വേദവിദുഷോ ഹവേന കൃതേവി ന പ്രാപ്നുവന്തി സതതം മഖഭാഗധേയം ദേവാസ്ത്വമേവ വിബുധേഷ്വവിവൃത്തിദാസി. അപ്പം എൻ്റെ കാരണങ്ങളെ ഓരോന്ന് പറയാണ്. സ്വാഹ എന്ന് പറഞ്ഞിട്ട് ഈ ഹോമം അർപ്പിക്കുമ്പോൾ അമ്മ സ്വാഹയായിട്ട് വന്നിട്ടില്ല വെച്ചാൽ ഈ ദേവന്മാർക്ക് ഈ ഹവിസിനെ സ്വീകരിക്കാൻ സാധിക്കില്ല. ഹേ ദേവി, യജ്ഞങ്ങളിൽ സ്വാഹ എന്ന അമ്മയുടെ നാമധേയം ഉച്ചരിക്കാതെ ആ മന്ത്രം അങ്ങോട്ട് ചൊല്ലി സ്വാഹ എന്ന് ചൊല്ലാതെ കണ്ട് ഹോമിച്ചു കഴിഞ്ഞാൽ അമ്മ ഇത് കൊടുക്കില്ല. അപ്പോൾ സ്വാഹ എന്നുള്ള ദേവി അവിടെ ഉണ്ടാവണം. ഇങ്ങനെ വേദത്തെ അറിയുന്നവർ ഹോമം ചെയ്യുന്ന സമയത്ത്, യജ്ഞം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഭാഗധേയം, സൗമ്യം അല്ലെങ്കിൽ ആ പുരോടാശം അത് കൊടുക്കാൻ, ഈ ഹവിസ് കൊടുക്കാൻ ദേവന്മാർക്ക് എത്തിക്കാൻ ഈ സ്വാഹാദേവിയാണ്. അതല്ലാച്ചാൽ അവർക്ക് ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാൻ കഴിയില്ല. യജ്ഞങ്ങൾ ചെയ്യും അളവ് ആഹുതിയിങ്കൽ നിൻ പേർ സ്വാഹേതി വേദമറിവോരുര ചെയ്തിടായിൽ പ്രാപിക്കയില്ല സതതം മഖഭാഗധേയം വിണ്ണോരവർക്കുമിഹ വൃത്തിത നീയൊരുത്തി. ഊണയ്ക്കാൻ അമ്മ തരണം, അല്ലെങ്കിൽ കൂട്ടിയാൻ പറ്റില്ല. രക്ഷിച്ചു നീ അസുരഭീതിയിൽ നിന്നു പൂർവകൽപ്പത്തിൽ എന്നെ അതുപോലെ അഖിലേശി ഇന്നും രക്ഷിക്ക കൈടഭനെയും ആ മധുവൊത്തു കണ്ടു പേടിച്ചു നിന്നെ വരദേ ശരണം ഗമിച്ചേൻ. ത്രാതാവയം ഭഗവതി പ്രഥമം ത്വയാ വൈ ദേവാരി സംഭവ ഭയാദാധുനാ തഥൈവ ഭീതോസ്മി ദേവി വരദേ ശരണം ഗതോസ്മി ഘോരം നിരീക്ഷ്യ മധുനാ സഹ കൈടഭം ച. അസുരഭയത്തിൽ നിന്ന് അല്ലയോ ഭഗവതി അമ്മേ, ആദ്യ കൽപ്പത്തിൽ എന്നെ രക്ഷിച്ചിട്ടുണ്ട്, അതേപോലെ ഇപ്പോഴും രക്ഷിക്കണം. ഈ ഘോരന്മാരായിട്ടുള്ള മധുകൈടഭന്മാരെ കണ്ട് ഭയപ്പെട്ട് ഞാൻ എന്താ ദേവി അമ്മയെ ശരണം പ്രാപിച്ചിരിക്കണു. അപ്പോൾ ഇത് ആദ്യത്തെ അസുരന്മാരല്ല, ഇതിന് മുന്നേയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ അസുരന്മാർ സാധാരണഗതി നമ്മളെല്ലാവരും പറയാറും ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമാണ്. ഇപ്പോൾ മധുകൈടഭന്മാർ പിന്നീട് ഉണ്ടായതാണ്. രക്ഷിച്ചു നീ അസുരഭീതിയിൽ നിന്നു പൂർവകൽപ്പത്തിൽ എന്നെ അതുപോലെ അഖിലേശി ഇന്നും രക്ഷിക്ക കൈടഭനെയും ആ മധുവൊത്തു കണ്ട് പേടിച്ചു നിന്ന വരദേ ശരണം ഗമിച്ചേൻ. എന്നാധി ഇന്നത് എന്ന് അറിയുന്നതുമില്ല വിഷ്ണു. എന്നാധി ഇന്നിത് അറിയുന്നതുമില്ല വിഷ്ണു. നിന്നാലിവൻ വിവശനായി വടി പോൽ കിടപ്പു
മോചിക്കുക ഈ ഹരിയ നീ അഥവാ ഹനിക്ക ഈ ദൈത്യേന്ദ്രരെ തവ ഹിതാനുസൃതം നടത്തൂ. ഒന്നുകിൽ നിദ്രയിൽ നിന്നും വിഷ്ണുവിനെ മോചിപ്പിക്കാം, എന്നിട്ട് വിഷ്ണുവിനെ കൊണ്ട് മധുകേടവന്മാരെ വധിപ്പിക്കാം. അതല്ലാച്ചാൽ അമ്മ തന്നെ ഈ മധുകേടവന്മാരെ വധിക്കാം. നോ വേത്തി വിഷ്ണുരധുനാ മമ ദുഃഖമേതൽ ജാനേ ത്വയാത്മവിവശീകൃതദേഹയഷ്ടി മുഞ്ചാതിദേവമഥവാ ജഹിദാനവേന്ദ്രൗ യദ്രോചതേ തവ കുരുഷ്വ മഹാനുഭാവേ. അമ്മയാൽ വശീകൃതനായിട്ട് ദേഹം വടിപോലെ കിടക്കുക, ഉറങ്ങി കിടക്കുക വിഷ്ണു. എൻ്റെ ദുഃഖം ഇപ്പോൾ വിഷ്ണുവിന് അറിയാൻ സാധിക്കില്ല. ഈ വിഷ്ണുവിനെ നിദ്രയിൽ നിന്ന് മോചിപ്പിക്കണം, ഉണർത്തണം. അഥവാ ഈ ദാനവേന്ദ്രന്മാരെ അങ്ങ് അമ്മ വധിക്കണം. ഏതാണ് അവിടത്തേക്ക് ഇഷ്ടച്ചാൽ അത് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജാനന്തിയേ ന തവ ദേവി പരം പ്രഭാവം ധ്യായന്തി തേ ഹരിഹരാവവിമന്ദചിത്ത ജ്ഞാതം മയാദ്യ ജനനീ പ്രകടം പ്രമാണം യദ് വിഷ്ണുരത്യതിതരാം വിവശോധശേദേ. ഹേ ദേവി, അമ്മയുടെ പരമമായിട്ട് പ്രഭാവത്തെ അറിയാത്ത മന്ദബുദ്ധികളാണ് ഹരിഹരാദി മൂർത്തികളെ ധ്യാനിക്കുന്നത്. അപ്പോൾ വിഷ്ണുവിനെയും ശിവനെയും ഒക്കെ ധ്യാനിക്കാറുണ്ട് സാധാരണ, നമ്മളൊക്കെ പതിവുണ്ട്. അത് അമ്മയുടെ മഹിമ അറിയാത്തത് കൊണ്ടാണ്. അവിടുത്തെ പ്രഭാവം എനിക്ക് ഇപ്പോൾ നന്നായിട്ട് മനസ്സിലായി. കാരണം വിഷ്ണു കൂടി ഇങ്ങനെയാണ് കിടക്കണം. കാരണം വിഷ്ണു ഇതാ ഉറങ്ങിക്കിടക്കുക. ഈ അസുരന്മാരുടെ ശബ്ദകോലാഹലങ്ങളൊന്നും അറിയണില്ല, എന്നെ വെല്ലുവിളിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നിൻ ശക്തിയാൽ അവശനാം പതിയെ പ്രബോധിപ്പിക്കാൻ അശക്തൈഹ സിന്ധുജയം മഹേഷി നീ താൻ പരം വിവശയാക്കി ഉറക്കി വിട്ടോ താർമങ്കയെയും ഇവൻ എങ്ങനെ നന്നിടുന്നു. ഇനി ലക്ഷ്മി വിചാരിച്ചാലും ഉണർത്താൻ പറ്റില്ല. അതാണ് നിൻ വൈഭവം പരമമൊട്ടറിയാത്തൊരാമൂഢ ആത്മാക്കളെ ഹരിഹരാദികളെ ഭജിക്കൂ. ഞാനിന്നറിഞ്ഞു സുതരാം വിവശം കിടപ്പൂ ശ്രീവിഷ്ണു കൂടി ഇതു താൻ പ്രകടം പ്രമാണം. നിൻ ശക്തിയാൽ അവശനാം പതിയെ പ്രബോധിപ്പിക്കാൻ അശക്തൈഹ സിന്ധുജയം മഹേഷി നീ താൻ പരം വിവശയാക്കി ഉറക്കി വിട്ടോ താർമങ്കയെയും ഇവൻ എങ്ങനെ നന്നിടുന്നു. സിന്ധൂദ്ഭവാപി ന ഹരിം പ്രതിബോധിതും വൈ ശക്താപതിം തവ വശാനുഗമദ്യ ശക്തിയ മന്യേ ത്വയാ ഭഗവതി പ്രസഭം രമാഭി പ്രസ്ഥാപിത ന ബുബുധേ വിവശീകൃതേവ. അമ്മയുടെ ശക്തിക്ക് വിധേയനായിട്ട് കിടക്കുന്ന ലക്ഷ്മിയുടെ പതിയായിട്ടുള്ള ഈ ഭഗവാനെ ഉണർത്താൻ രമയ്ക്കോ ലക്ഷ്മിക്ക് സാധിക്കില്ല അനുസാരം. അതുകൊണ്ട് അമ്മയെ ആ രമയ്ക്കും കഴിയാൻ പറ്റാത്തത് ഇങ്ങനെ അമ്മ ആ വിഷ്ണുവിനെ ഉറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ ഇത്രയും വൈവശ്യം എന്തൊരു വിഷമത്തോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തൊരു തളർച്ചയാണ് ഈ വിഷ്ണുവിനുള്ളത് അതെനിക്കറിയില്ല. അമ്മ തന്നെ വേണം രക്ഷിക്കാനായിട്ട്. ധന്യാസ്തയേവ ഭൂയി ഭക്തിപരാസ്തവാഘ്രൗ त्यक्त्वा अन्यदेव भजनं त्वयि लीनभाव कुर्वन्ति देवि भजनं सकलं निकामं ज्ञात्वा സമസ്തജനനീം കില കാമധേനും. അമ്മ കാമധേനുവാണ്, സമസ്ത ലോകത്തിൻ്റെയും അമ്മയാണ്, ജനയിത്രിയാണ്. മറ്റു ദേവന്മാരെ ഒന്നും ഭജിക്കാതെ കണ്ട് തന്നെ അമ്മയിൽ മനസ്സ് വെച്ച് ഈ അമ്മയുടേതായിട്ടുള്ള വാത്സല്യം, സരളഭാവം അത് നിഷ്ഠയോടെ അറിഞ്ഞ് അമ്മയുടെ തൃക്കാലിൽ ആശ്രയം സ്വീകരിക്കുകയാണെന്ന് വെച്ചാൽ, ഭക്തിപരന്മാരായിട്ട് വരികയാണെന്ന് വെച്ചാൽ, ഭജിക്കുകയാണെന്ന് വെച്ചാൽ അവരാണ് ലോകത്തിലെ ധന്യന്മാര്. ധീ കാന്തി കീർത്തി നീ കാമധേനു നിഖിലാംബിക എന്നറിഞ്ഞു മറ്റേതു ദേവഭജനങ്ങളെയും വെടിഞ്ഞു ത്വൽപാദ ഭക്തിയൊടു നിൻ സകളസ്വരൂപധ്യാനത്തിൽ മുങ്ങി അമരുന്നത് അവർ തന്നെ ധന്യർ. ധീ കാന്തി കീർത്തി ശുഭവൃത്തി ഗുണാദിയാം നിന്നാനാ ഗുണങ്ങളിഹ വിഷ്ണുവെ വിട്ടുവെന്നോ മാനപ്രധാനധനയാം തവ ശക്തിയാകുമാ നിദ്രയാൽ ഹരിയുമിന്നിഹ ബന്ധനസ്ഥൻ. ധീ കാന്തി കീർത്തി ശുഭവൃത്തി ഗുണാദയസ്തേ വിഷ്ണോർഗുണാസ്തു ഹരി പരിഹൃത്യ ഗതാക്വചാദ്യ ബന്ധീകൃതോ ഹരിരസൗ നനു നിദ്രയാത്ര ശക്ത്യാ തവൈവ ഭഗവത്യാദിമാനവത്യാം. ധീ കാന്തി കീർത്തി ശുഭവൃത്തി ഗുണങ്ങൾ, ഇങ്ങനെ പലതും വിഷ്ണുവിൻ്റെ ഗുണങ്ങളെ നശിപ്പിച്ചിട്ട് ഇപ്പോൾ അതൊക്കെ എവിടെ പോയി? ഭഗവാനാവട്ടെ ഇങ്ങനെ അതിമാനവതിയായിട്ടുള്ള നിദ്രാശക്തി കൊണ്ട് ഇവിടെ ഉറങ്ങിക്കിടന്ന് ബന്ധനസ്ഥനായിരിക്കുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കും നിശ്ചയില്ല. ത്വം ശക്തിരേവ ജഗതാമഖില പ്രഭാവാത്
ത്വന്നിർമ്മിതം ച സകലം ഖലു ഭാവമാത്രം ത്വം ക്രീഡസേ നിജ വിനിർമ്മിത മോഹജാലേ നാട്യേ യഥാ വിഹരതേ സ്വകൃതേ നടോ വൈ. അമ്മ ജഗത്തിൻ്റെ സമസ്ത വൈഭവവും ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ശക്തിയാണ്. അമ്മയുടെ സങ്കല്പം കൊണ്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ബ്രഹ്മാണ്ടം. അമ്മ ഇപ്പോൾ ഈ നാട്യം കാണിക്കുന്നത് മുഴുവൻ, നടനം ചെയ്യുന്നത് മുഴുവൻ ഒരു അഭിനയമാണല്ലോ. ഒരു നടനെ പോലെ അമ്മ ഇവിടെ ഈ സൃഷ്ടിയായിട്ടുള്ള മോഹജാലത്തിൽ, മായയിൽ ഓരോരുത്തരെയും കുടുക്കിയിട്ട് വിലസുകയാണ്. സൃഷ്ടിച്ചു വിഷ്ണുവെ യുഗാദിയിൽ ആദ്യമായി നീ പാലിപ്പതിന് അമലശക്തിയെയും കൊടുത്തു. രക്ഷിച്ചു വാണിതവൻ ഇന്നവശത്വവും നീ നൽകുന്നു നിന്റെ ഹിതമേത് അത് ചെയ്യൂ നീയും. അപ്പോൾ അമ്മ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ സൃഷ്ടിച്ചു, പാലിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മേനെ ചെയ്യണതൊക്കെ, എന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കണു. അതേ ശക്തി അമ്മ ഇന്ന് പിൻവലിച്ചാലോ പിന്നെ ഉറക്കാച്ച ഉറക്കം, അല്ല ആലസ്യാച്ച ആലസ്യം, അത്രയേ ഉള്ളൂ. അതിപ്പോൾ മനസ്സിലായി. മൗനം വെടിഞ്ഞു കനിവേകുക എന്നെ ഏവം സൃഷ്ടിച്ചു കൊല്ലുവതിനില്ല തവയച്ഛയെങ്കിൽ ഇക്കാലരൂപരെ വിളിക്കു വരുത്തി എന്നെ അമ്മേ ഹസിക്കുവതിനോ തവ വാഞ്ച. ഇപ്പോൾ പിന്നെ കുറച്ച് കടത്തി പറയണ്ടായത് എന്താ? അത് വിഷ്ണുസ്ത്വയാ പ്രകടിത പ്രഥമം യുഗാദൗ ദത്താച്ച ശക്തിരമലാഖലുപാലനായ ത്രാതം ച സർവമഖിലം വിവശീകൃതോദ്യ യദ്രോചതേ തവ തഥാംബ കരോഷി നൂനം. യുഗാരംഭത്തിൽ അമ്മ വിഷ്ണുവിനെ സൃഷ്ടിച്ച് ജഗൽപാലനത്തിനുള്ള പവിത്രമായിട്ടുള്ള ശക്തി നൽകി. അതനുസരിച്ച് സകല ജഗത്തിനെയും അദ്ദേഹം രക്ഷിച്ചു. ഇന്ന് വിവശനായിരിക്കുന്നു. അമ്മയ്ക്ക് രുചിച്ചത് അമ്മ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സൃഷ്ട്വാത്ര മാം ഭഗവതി പ്രവിനാശിയും ചേത് നേച്ഛാസ്തി തേ കുരു ദയാം പരിഹൃത്യ മൗനം കസ്മാദിമൗ പ്രകടിതൗ കില കാലരൂപൗ യദ്വാ ഭവാനി ഹസിതും നു കിമിച്ഛസേ മാം. അല്ലയോ ദേവി, എന്നെ സൃഷ്ടിച്ചിട്ട് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ മൗനം വെടിഞ്ഞിട്ട് എന്നോട് ദയ കാണിക്കണേ. യമതുല്യരായിട്ടുള്ള ഈ 2 അസുരന്മാരെ വധിക്കണേ. എന്തിനാ എൻ്റെ കൺമുന്നിലേക്ക് ഇവരെ പറഞ്ഞയച്ചത്? അമ്മ എന്നെ പരിഹസിക്കാനാണോ ആഗ്രഹിക്കണത്? ജ്ഞാതം മയാ തവ വിജയേഷ്ടിതമത്ഭുതം വൈ കൃത്വാഖിലം ജഗരിതം രമസേ സ്വതന്ത്ര ലീനം കരോഷി സകലം കില മാം തഥൈവ ഹന്തും ത്വമിച്ഛസി ഭവാനി കിമത്ര ചിത്രം. അമ്മയുടെ ഓരോ കർമ്മവും അത്ഭുതാവഹം എന്ന് മാത്രമേ പറയാറിയുള്ളൂ. ഈ ജഗത്ത് മുഴുവൻ സൃഷ്ടിച്ചിട്ട് അതിനോട് ഒരു ബന്ധവുമില്ലാത്ത മട്ടിൽ മാറി നിൽക്കുകയാണ്, എന്നിട്ട് വിഹരിക്കുകയാണ്. എല്ലാം അമ്മയെ തന്നെ ലയിപ്പിക്കണു. എന്നെ കൊല്ലാനാണോ ആഗ്രഹം? അങ്ങനെ വെച്ചാൽ കൊന്നോളൂ, വിരോധമില്ല. കൊന്നാലും അമ്പ മരണത്തിൽ ജ്ഞാതം ത്വദീയ ചരിതം ബഹുചിത്രമി പാരാകെ ചമച്ചു മനമൊത്ത പടിക്കളിച്ചു നീ സംഹരിപ്പൂ സകലം തവ വാഞ്ച എന്നെ കൊല്ലാനുമേവം ഇതിൽ അത്ഭുതമില്ലതെല്ലും. കൊന്നാലുമമ്പ മരണത്തിൽ എനിക്ക് ദുഃഖമൊന്നുമില്ല. ജഗദംബികയായ നിന്നാൽ കർത്താവിധി പ്രഥിതനാം ഇവൻ ഇന്നു ദൈത്യന്മാരാൽ മരിക്കിൽ അപകീർത്തി ഗരിഷ്ഠമല്ലി. അമ്മയ്ക്ക് ഞാൻ മരിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഞാൻ മരിക്കാൻ വിരോധമൊന്നുമില്ല. അമ്മ തന്നെ എന്നെ വധിക്കുകയാണെന്ന് വെച്ചാൽ വധിച്ചോളൂ, വിരോധമില്ല. പക്ഷേ ദൈത്യന്മാരാണ് കൊള്ളുന്നത് വെച്ചാൽ അത് അമ്മയ്ക്ക് ക്ഷീണം തന്നെയാണ്. എനിക്കല്ല ക്ഷീണം, അമ്മയ്ക്കാ ക്ഷീണം. കാമം കുരുഷവധമധ്യമമൈവ മാതഃ ദുഃഖം നമേ മരണജം ജഗദംബികേത്ര കർത്താ ത്വയൈവ വിഹിത പ്രഥമം സചായം ദൈത്യാഹദോധ മൃത ഇത്യയശോ ഗരിഷ്ഠം. അമ്മേ, എന്നെ ഇപ്പോൾ വധിച്ചോളൂ. ജഗത്തിൻ്റെ അംബികയായിട്ടുള്ള അമ്മയുടെ കൈകൊണ്ട് മരിക്കുന്നത് എനിക്ക് ദുഃഖമില്ല, അതെനിക്ക് സന്തോഷമേ ഉള്ളൂ. അമ്മയുടെ കൈകൊണ്ട് ആവണം മരണം, അത്രയേ ഉള്ളൂ. അമ്മ സൃഷ്ടിച്ചതായിട്ടുള്ള ആദ്യത്തെ സൃഷ്ടികർത്താവാണ് ഞാൻ. എന്നിട്ട് ഞാൻ സൃഷ്ടികർത്താവാന്ന് വെച്ചാൽ ഞെളിയനുമുണ്ട്. അത് അത്ര ശരിയാന്ന് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഈ ദൈത്യന്മാരാൽ കൊല്ലപ്പെട്ടു എങ്കിൽ അതിൻ്റെ അപകീർത്തി അത് അമ്മയ്ക്കുണ്ടാവും കേട്ടോ, അത് സംശയമില്ല. അത് ലജ്ജിക്കേണ്ടി വരും. അത് ചീത്ത യശസ്, ദുര്യശസ് അമ്മയ്ക്ക് വരും. ഉത്തിഷ്ഠ ദേവി കുരു രൂപമിഹ അത്ഭുതം ത്വം മാം വാത്യമൗ ജഹി യഥേച്ഛസി ബാലലീലേ നോ ചേൽ പ്രബോധയ ഹരിം നിഹനേതിമൗ യഃ സാധ്യമേതഖിലം കില കാര്യജാതം. അല്ലേ അമ്മേ, അത്യത്ഭുതകരമായിട്ടുള്ള ഈ രൂപം, സകല സ്വരൂപം ഭദ്രകാളിയുടെ ആ രൂപത്തെ കൊണ്ട് അമ്മ എഴുന്നേൽക്കണേ. വിഷ്ണുവിങ്കൽ നിന്നും എഴുന്നേൽക്കണേ. അമ്മ പല ലീലകളും കാണിക്കുന്ന ആ ഇച്ഛയ്ക്കനുസരിച്ച് പലതും ചെയ്തു കൂട്ടുന്നു.
എന്നെയോ അല്ലെങ്കിൽ ദൈത്യന്മാരെയോ വധിക്കുന്നതുകൊണ്ട് എനിക്ക് വിരോധമില്ല. എന്നെ വരിച്ചാലും എനിക്ക് സന്തോഷമാണ്, അല്ല ദൈത്യന്മാരെ വരിച്ചാലും എനിക്ക് സന്തോഷമാണ്. അതല്ലെങ്കിൽ ഭഗവാനെ ഉണർത്തണം, എന്നിട്ട് ഭഗവാനെ കൊണ്ട് ഈ അസുരന്മാരെ വധിക്കണം. അത് അമ്മയ്ക്ക് വളരെ എളുപ്പമാണല്ലോ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ കാത്തിരിക്കണത്? നിന്നത്ഭുതാകൃതി ധരിച്ചെഴുന്നേൽക്ക ബാലലീലേ ഹനിക്കുക ഇവനെ ധനുജേന്ദ്രരെയോ, അല്ലെങ്കിൽ വിഷ്ണുവെ ഉണർത്തുക ആ ദൈത്യരെ കൊന്നിടാൻ സമസ്തം അവിടേക്ക് സുസാധ്യമല്ലോ. ഒരു കുട്ടിക്കളി പോലെയുള്ളൂ ബാലലീല. കുട്ടികളി പോലെ ചെയ്യാൻ സാധിക്കുന്ന ഇത്രയും നിസ്സാരമായിട്ടുള്ള ഈ കർമ്മം, മധുകേടവന്മാരെ വധിക്കുക എന്നുള്ളത് അമ്മ ചെയ്താൽ മതി, എന്നാൽ പിന്നെ പ്രശ്നം അവസാനിച്ചു. പക്ഷേ അതല്ല അമ്മയ്ക്ക് ഇഷ്ടച്ചാൽ വിഷ്ണുവിനെ ഉണർത്തിക്കോളൂ, അല്ലെങ്കിൽ അമ്മ എന്നെ വധിച്ചോളൂ. പക്ഷെ അസുരന്മാരുടെ കൈകൊണ്ട് വധിക്കരുത്, അത് അമ്മയ്ക്ക് ദുര്യശസ് ഉണ്ടാക്കും. ഇങ്ങനെ നന്നായിട്ട് സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ആ അമ്മ പ്രത്യക്ഷയാവുകയാണ്. സൂത ഉവാച ഏവം സ്തുതാ തഥാ ദേവി താമസേ തത്ര വേധസാ നിസൃത്യ ഹരിദേഹാത്തു സംസ്ഥിത പാർഷദസ്തദാ സർവത്ര. ശ്രീമദ്ദേവി നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ബ്രഹ്മാവ് ഇങ്ങനെ സൂചിച്ചു കഴിഞ്ഞപ്പോൾ താമസ ശക്തി സ്വരൂപിണിയായിട്ടുള്ള ഭദ്രകാളി ദേവി ആ ഭഗവാന്റെ ദേഹത്ത് നിന്ന് പുറത്തു വന്ന് സമീപത്ത് അങ്ങോട്ട് പ്രത്യക്ഷയായി. സൂതൻ ഏവം വേദസ്സിനാൽ വാഴ്ത്തപ്പെട്ടൊരദ്ദേവി താമസി വിഷ്ണുദേഹം വെടിഞ്ഞാശു നിന്നാൾ പാർശ്വത്തിലായി തഥാ സർവത്ര. ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമ. ശ്രീ മഹാകാളീ നമ. അതുല്യ തേജോനിധിയാം വിഷ്ണുവിന്നംഗമുക്കയും വിട്ടുനിന്നാൾ യോഗനിദ്ര ദൈത്യനാശം വരുത്തുവാൻ. ജനാർദ്ദനൻ തന്മയൊട്ടൊട്ട് അനങ്ങാനായി തുടങ്ങവേ ബ്രഹ്മാവ് ദീക്ഷിച്ചത് അത്യന്തമാനന്ദം പൂണ്ടു തൽക്ഷണം. ത്യക്വാംഗാനി ച സർവാണി വിഷ്ണോഃ അതുല തേജസ നിർഗതാ യോഗനിദ്രാസാ നാശായ ച തയോസ്തദാ. അതുല്യ തേജസ്സോടുകൂടിയ വിഷ്ണുവിൻ്റെ ഈ അംഗങ്ങളെല്ലാം വെടിഞ്ഞ് ആ അസുരന്മാരെ നശിപ്പിക്കുന്നതിനായിട്ട് ഈ യോഗനിദ്രാദേവി വിഷ്ണുവിൻ്റെ ദേഹത്തു നിന്നും പുറത്തു വന്നു. ബ്രഹ്മാവിൻ്റെ സ്തുതി കേട്ട് ഭദ്രകാളിയായിട്ട് ഈ തമോ ഗുണസ്വരൂപിണിയായിട്ട്, അമ്മയ്ക്കാവുന്ന ഭക്ഷണമല്ലേ, അമ്മ ഭദ്രകാളിയായിട്ട് ഹരിയുടെ ദേഹത്തു നിന്ന് പുറത്തു വന്നു. എന്നിട്ടോ വിസ്പന്ദിത ശരീരോസൗ യഥാ ജാതോ ജനാർദ്ദന ധാതാ പരമികാം പ്രാപ്തോ മുദം ദൃഷ്ട്വാ ഹരിം തഥാ. ഹരിയുടെ ശരീരം നിദ്രാനിർമുക്തമായിട്ട് ചലിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഹരിയെ കണ്ട ബ്രഹ്മാവ് വളരെയധികം സന്തോഷിച്ചു, കാരണം സമാധാനായി. ഇത് ശ്രീമദ്ദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ സപ്തമോധ്യായ സമാപ്തം. വിഷ്ണു പ്രബോധം എന്ന 7-ാം അധ്യായം സമാപ്തം. സർവത്ര. ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമ. ഇപ്പോൾ ആലസ്യം വിട്ടിട്ട് ജാഗ്രതത്തിലേക്ക് എത്തണം. സുഷുപ്തിയും സ്വപ്നവും വിട്ട് ജാഗ്രതത്തിലേക്ക് എത്തണം. എന്നാലാണ് ആസുരഭാവത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഈ സ്തുതിയുടെ ഒരു വ്യംഗ്യം, മധു എന്നത് മതവും കൈടഭൻ എന്നുള്ളത് ചതിയുമാണ്. കലികാലത്തിൽ ഈ ചതിയും അഹങ്കാരവുമാണ് നമ്മെ നശിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്തുതി വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാച്യാർത്ഥത്തിനേക്കാൾ കൂടുതൽ ഫലശ്രുതിയായിട്ട് വരിക നമ്മിലുള്ള ഈ നെഗറ്റീവ്സ് രണ്ടും നമ്മിൽ നിന്നും പുറത്തു പോകും. നമ്മിലേക്ക് ആരെങ്കിലും ഇതേപോലെ ചതിയോ അഹങ്കാരം കൊണ്ട് മറ്റെന്തെങ്കിലും ചീത്ത കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ ബാധിക്കാതെ കണ്ടുവരും. ഇതിൻ്റെ ഫലശ്രുതി അതാണ്. അത് നമുക്ക് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. കലികാലത്തിൽ വളരെ ഞെരുക്കാണ്. ആ ഭദ്രകാളിയുടെ സഹായം കൂടാതെ കണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അമ്മ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവത്ര. ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ.